അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റൂട്ട് കനാൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലിന്റെ അകത്ത് ഉള്ള ഇൻഫെക്ഷൻ എടുത്ത് മാറ്റുന്ന ഒരു പ്രൊസീജിയറാണ് റൂട്ട് കനാൽ. റൂട്ട് കനാൽ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കനാലിന്റെ അകത്തുള്ള ബ്ലോക്കേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പല്ലിന്റെ അകത്തുള്ള കനാൽ ക്ലീൻ ചെയ്ത് അവിടെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ എടുത്ത് മാറ്റി അവിടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിന് അപ്പുറത്തേക്കുള്ള ഭാഗത്തുള്ള ഇൻഫെക്ഷൻ, ഈ ഭാഗത്തുള്ള ഇൻഫെക്ഷൻ മാറ്റാൻ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് ടിഷ്യൂ അല്ലെങ്കിൽ പല്ലിനകത്തുള്ള മജ്ജ എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥ ഈ കാൽസിഫൈഡ് കനാലുകളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ RCT ഫെയിൽ ആവാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഓവർ കർവേച്ചർ ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കനാലിന്റെ അല്ലെങ്കിൽ പല്ലിന്റെ റൂട്ടിന്റെ അമിതമായിട്ടുള്ള വളവ്. ഈ അമിതമായിട്ടുള്ള വളവ് കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഈ ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ പൾപ്പ് ടിഷ്യൂ എടുത്ത് മാറ്റാനുള്ള ഇൻസ്ട്രുമെന്റുകൾ കറക്റ്റായിട്ട് കയറാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ കേർവ്ഡ് കനാലിന്റെ അകത്ത് ഇൻസ്ട്രുമെന്റ് ഒഴിഞ്ഞിരുന്നാൽ അത് ഓവറായിട്ട് റൂട്ടിന്റെ ടിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ഫെയിൽ ആവാറ് പതിവാണ്. മറ്റൊരു പരാജയ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഇൻഫെക്ഷനാണ്. തുടരെ ഇൻഫെക്ഷൻ വരുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും ഈ ഇൻഫെക്ഷൻ പല്ലിന്റെ വേരിനപ്പുറത്തേക്കും കടക്കുക. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചത് കൊണ്ട് കാര്യമില്ല, റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് കാര്യമില്ല, പല്ലെടുത്ത് കളയേണ്ട അവസ്ഥയിലേക്ക് തന്നെ അത് മാറും. എന്നാൽ അതിനു മുമ്പായിട്ടും റൂട്ട് കനാൽ ചെയ്തു നോക്കി അത് പല്ലിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ പല്ലിനെ നിലനിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാൽ ചില പല്ലുകളിൽ ഡോക്ടേഴ്സ് പോസ്റ്റ് ഇടണം എന്ന് പറയാറുണ്ട്. എന്താണ് ഈ പോസ്റ്റ് ഇടൽ, എന്താണ് അതിൻ്റെ ആവശ്യം, എന്താണ് അതിൻ്റെ ഗുണം, അതാണ് അടുത്ത ദിവസത്തെ ടോപ്പിക്. ഓക്കെ.